ഞാൻ ചെയ്ത ഏറ്റവും ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്ററുകൾ ഉഡായിപ്പ് കാണിക്കുന്നു എന്ന് പറയുന്നൊരു വീഡിയോ ഞാൻ ഔട്ട് ചെയ്തിരുന്നു. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എല്ലാ സ്പോക്കൺ ഇംഗ്ലീഷ് സ്ഥാപനങ്ങളെയും എല്ലാ അധ്യാപകരെയും അല്ല ഞാൻ പറയുന്നത്, ഉഡായിപ്പ് കാണിക്കുന്നവരെ മാത്രമാണ്. ഉഡായിപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്താവശ്യമാണ്, ഇൻ്റർവ്യൂ ഉണ്ടോ ഇല്ല, എന്ത് കാര്യത്തിനാണ്, അവരുടെ ലെവൽ എന്താണോ ഒന്നും അറിയാതെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നോട്ട്സുകൾ ഇങ്ങനെ പടപട അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുക, അല്ല 5-10 മിനിറ്റ് അവരോടൊന്ന് സംസാരിക്കുക ഫോണിൽ, ഇങ്ങനെ റെക്കോർഡ് ക്ലാസ്സുകൾ അയച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ഇല്ല, അവർ വിളിച്ച ഫോൺ എടുക്കത്തില്ല, സ്റ്റുഡൻസ് വിളിച്ച ഫോൺ എടുക്കത്തില്ല, ഇങ്ങനെയുള്ള സ്ഥിരം കംപ്ലയിൻസുകൾ വന്നപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് എൻ്റെ അടുത്തേക്ക് പഠിക്കാൻ വന്ന് ഈ കംപ്ലയിൻസ് പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോ ചെയ്തിട്ട് അതിൽ പറയുന്നുണ്ട്, നിങ്ങൾ നല്ലത് കണ്ടുപിടിക്കുക, നല്ല ഒരുപാട് അധ്യാപകരുണ്ട്, ലക്ഷക്കണക്കിന് അധ്യാപകരുണ്ട്, എല്ലാവരും നല്ലവർ തന്നെയാണ്, ഉഡായിപ്പ് കാണിക്കുന്ന കുറച്ച് പേരെ മാത്രമേ ഞാൻ കുറ്റം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ആ വീഡിയോ ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള സൈബർ അറ്റാക്കിംഗ് ആണ്. വാട്സപ്പ് എല്ലാ ദിവസവും ബാൻഡാണ്, വാട്സപ്പിന് മെസ്സേജ് അയച്ച് കുഴഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ബാനാണ്, ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഒന്നാമത്തെ കേസ് അത്. രണ്ടാമത് ഞാൻ കണ്ടക്ട് ചെയ്യുന്ന ഡെമോൺസ്ട്രേഷനിലും അല്ലെങ്കിൽ ക്ലാസ്സുകളിലും ഈവൻ റീസെൻ്റായിട്ട് സംഭവം ഉണ്ടായത്, അതാണ് ഈ പോലീസ് കേസിലേക്ക് ആ വിഷയം ഞാൻ സംസാരിക്കാൻ പോകുന്നത്. റീസെൻ്റായിട്ട് നമ്മുടെ ബാച്ചിൽ ഇദ്ദേഹം മനോജ് ജോർജ് എന്ന് പറയുന്ന ഇദ്ദേഹം അഡ്മിഷൻ എടുത്ത് അന്ന് മുതൽ ക്ലാസ്സിൽ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. തലവേദനകൾ ഉണ്ടാക്കി പല രീതിയിൽ ടീച്ചേഴ്സിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ് ഇദ്ദേഹം. ടീച്ചേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് സെൻഡ് ചെയ്തിരിക്കുന്ന വോയിസ് എല്ലാം പ്രൂഫുകളുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് തലവേദന ആയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ പോലീസ് കേസ് ആക്കും, കംപ്ലയിൻറ്റ് കൊടുക്കുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ശരി നിങ്ങൾ പോയി കേസ് കൊടുത്തോളൂ, ഇനി ക്ലാസ്സിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ പുറത്താക്കി. ഞാൻ രാത്രിയിൽ സ്റ്റുഡൻസിൻ്റെ ആവശ്യപ്രകാരം രാത്രിയിലാണ് ഓൺലൈൻ ക്ലാസ് കണ്ടക്ട് ചെയ്തത് ഇൻഡിപെൻഡൻസ് ഡേക്ക്. അങ്ങനെ പുറത്താക്കിയപ്പോൾ ഇദ്ദേഹം എന്താണ്ട് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു. അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ നൂലാമാലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല പല ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഒരാളല്ല പല രീതിയിൽ. അപ്പം ഇതിൻ്റെ പിറകിൽ ഒരു വൻ ഗുണ്ട സെറ്റപ്പ് തന്നെ ഉണ്ടെന്ന് മനസ്സിലായത്, എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇത് ഗുണ്ടകൾ നടത്തുന്ന എഡ്യൂക്കേഷൻ സ്ഥാപനം ഉണ്ടെന്ന് മനസ്സിലായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങളോട് പറയാനുള്ള ഇത്രയാണ്. എല്ലാ അധ്യാപകരെയും എല്ലാ സ്ഥാപനങ്ങളെയും ഒന്നും അല്ല ഞാൻ കുറ്റം പറയുന്നത്, ഇങ്ങനെ ഉഡായിപ്പ് കാണിക്കുന്നവരെ മാത്രമാണ് നിങ്ങൾ ശരിയായിട്ടുള്ള കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പം ഇപ്പം നിലവിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോബ്ലമാണ് ഈ പറഞ്ഞ ഇദ്ദേഹം കേസ് കൊടുത്തിരിക്കുകയാണ്. എങ്കിലും കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ. കേസാണെങ്കിലും ജയിലാണെങ്കിലും എല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു അത്യാവശ്യം ചങ്കുറപ്പ് ഉണ്ടായതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത്. ഇനിയും നല്ലതെന്നും ചീത്തയെന്നും പറയും. ഓക്കെ, അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ഞാനിവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ആദ്യം കൊടുക്കുന്നത് ഒരു ഫ്രീ ക്ലാസ് ആണ്. അത് കണ്ട് താല്പര്യമുള്ളവർ മാത്രമാണ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരോട് ഓരോ ദിവസവും അവർക്ക് ക്ലാസ്സിലെ റൂൾ അതാണ്, എല്ലാ ദിവസവും ട്രെയിനേഴ്സിന് മെസ്സേജ് അയക്കണം, ക്ലാസ് മനസ്സിലായില്ല ഇല്ലയെന്ന്. മനസ്സിലായില്ല നമ്മളെ കൊണ്ട് പറ്റാത്തതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരപ്പോഴേ അവരുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് വിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതുപോലുള്ള പല മനോജ് ജോർജുമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, വിഷയം ഉണ്ടാക്കാനായിട്ട് കയറി ഞങ്ങളോട്ട് യാതൊരു ബന്ധമില്ല, ഈ ചൊറിയിൽ മാത്രമായിട്ട് നിൽക്കുന്ന ടീമുകൾക്ക് മാത്രമേ ഉള്ളൂ റിസൾട്ട് കിട്ടാത്തത്. നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വന്നെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് 100% ക്വാളിറ്റി ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ റോയ്ക്ക് NLP ഇംഗ്ലീഷ് ക്ലബ്ബിൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇനിയും ഉഡായിപ്പുകൾ കണ്ടാൽ വിളിച്ച് പറയുക തന്നെ ചെയ്യും, അതിനകത്ത് യാതൊരു മാറ്റവും. ഇനി സൈബർ ഗുണ്ടകൾ ആര് വിചാരിച്ചാലും ശരി തന്നെ അത് പറയാനുള്ളത് പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത്, ഒരുപാട് നല്ല അധ്യാപകരുണ്ട്, ഒരുപാട് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട് നല്ല രീതിയിൽ. നിങ്ങൾ നല്ലത് കണ്ടെത്തുക.